സബ് എഞ്ചിനീയർ നിസ്സാര മാർക്കിനാണ് പോയത്. എ പക്ഷെ കുറച്ചുകൂടി താഴെ മാർക്കിനാണ് പോയത്. അപ്പം അത് സത്യത്തിൽ സബ് എഞ്ചിനീയർ കഴിഞ്ഞിട്ടാണ് ഉണ്ടായത്. എന്നിട്ട് പോലും പുറകോട്ട് പോവുകയുണ്ടായി. അപ്പം ആ സ്ട്രാറ്റജീന്റെ ഒരു പ്രാധാന്യം മനസ്സിലാവുന്നത് ആ 2 പരാജയങ്ങളോടെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലരുടെയും മിസ്റ്റേക്ക് നമുക്കിപ്പോൾ എനിക്ക് തന്നെ പറ്റിയിട്ടുള്ള ഒരു മിസ്റ്റേക്ക്, എക്സാം എന്താണ് ഡിമാൻഡ് ചെയ്യുന്നതെന്ന് അറിയാത്ത രീതിയിൽ അതിനെ നേരിടുക എന്നുള്ളതാണ്. അത് ഒരിക്കലും ചെയ്യരുത് തോന്നിയിട്ടുണ്ട്. നമ്മൾ അല്ലാതെ വെറുതെ ഒരാൾക്ക് സെൽഫ് കോൺഫിഡൻസ് ലോ ആവുന്നു, ഇടയ്ക്ക് അത് കയറുന്നു, അങ്ങനെ ഒരു സാധനത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. നമുക്കുള്ള ഫ്ലോസിലാണ് നമുക്ക് സെൽഫ് കോൺഫിഡൻസ് തകരുന്നത്. ജോലി ചെയ്യുമ്പോൾ തന്നെ ഒരു ദിവസം ഒരു 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ക്ലാസ്സുകൾ കേട്ട് ഒരു ബേസ് ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു ആ വർഷം ആദ്യം മുതൽ. അപ്പോൾ ഒരു മിനിമം ട്രാക്കിൽ എത്തിയ ശേഷമാണ് സത്യത്തിൽ റിസൈൻ ചെയ്യാനുള്ളൊരു ധൈര്യം എടുക്കുന്നത്. പിന്നെ അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു സെൽഫ് ഡൗട്ടിന്റെ ഘട്ടത്തിലേക്ക് പോവുമായിരുന്നു. കോളേജ് പഠിക്കുമ്പോൾ ടോപ്പറേ ആയിരുന്നില്ല, CGPA വളരെ കുറവാണ്. ഒരു 6 മണിക്കൂർ 7 മണിക്കൂർ ഒരു ഇന്നത്തെ എല്ലാ മത്സര പരീക്ഷയും ഡിമാൻഡ് ചെയ്യുന്നുണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഹാൻഡ് റിട്ടൺ നോട്ടാണ് നമ്മുടെ റിവിഷൻ ഏറ്റവും കൂടുതൽ. പിന്നെ ഇപ്പോൾ ടെക്നിക്കൽ ആയാലും നോൺ ടെക്നിക്കൽ ആയാലും ഉപയോഗപ്പെടുക എപ്പോഴും ഹാൻഡ് റിട്ടൺ നോട്ട് തന്നെയാണെന്ന് തോന്നിയിട്ടുണ്ട്. പ്രിപ്പറേഷൻ്റെ ഒരു 100% എടുത്താൽ ഒരു 60% നമ്മൾ റിവിഷന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമയമാണ് 60% എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. RRB JEE ഇതിന് തൊട്ട് മുന്നേ വിളിച്ചത് 2018 ആ സമയത്ത് ടെക്നിക്കൽ ആയാലും നോൺ ടെക്നിക്കൽ ക്വസ്റ്റ്യൻ നോക്കിയാൽ വളരെ വൺ വേർഡ് ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമായിരുന്നു. സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് അങ്ങനെ ഒരു പ്രതീക്ഷിച്ച് തന്നെയാണ് ഈ തവണ വന്നത്. പക്ഷെ നമ്മളത്ര എനിക്ക് തോന്നുന്നു സ്കോറിന്റെ സ്റ്റുഡൻസ് ആരും ആ ഒരു രീതിയിൽ മാത്രം പഠിച്ചവരാണെന്ന് എനിക്ക് തോന്നില്ല. കാരണം ഒരു SSC ലെവലിലേക്ക് ഇത് മാറാം എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിരുന്നു. അപ്പം കുറച്ചുകൂടി സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ ടെക്നിക്കലിൽ തന്നെ വരുന്ന സ്ഥിതി ഉണ്ടായിരുന്നു ഏപ്രിലിലെ പരീക്ഷയിൽ. അത് ക്യാൻസൽ ചെയ്ത് വീണ്ടും ജൂണിൽ വന്നപ്പോൾ ഏതാണ്ട് ആൾക്കാർക്ക് മനസ്സിലായി ഈ ഒരു ലെവലിൽ പോകണം എന്നുള്ളത്. അതായത് എൻവയോൺമെന്റ് IT മറ്റ് നമ്മൾ വളരെ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്ത് വന്നവരായിരുന്നു പല കാൻഡിഡേറ്റ്സ്. അന്ന് അത് അവിടെ നിന്ന് സംസാരിച്ചപ്പോൾ മനസ്സിലായിരുന്നു. പക്ഷെ സ്കോറിന്റെ എൻവയോൺമെന്റിൽ IT, സയൻസ്, GK ഈ നോൺ ടെക്നിക്കൽ സബ്ജക്റ്റിന്റെ സെക്കൻഡ് ടയറിലുള്ള ക്ലാസ്സുകളായിരുന്നു ഞാൻ ഫോക്കസ് ചെയ്തത്. അത് വളരെ യൂസ്ഫുൾ ആയിരുന്നു. ആ നോട്ട് മാത്രമാണ് സത്യത്തിൽ പഠിച്ചിരുന്നത്. മെന്റൽ സ്റ്റെബിലിറ്റി ഒരു മത്സര പരീക്ഷ പ്രിപ്പറേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് കൃത്യമായിട്ടുള്ള ദിശാബോധവും നമുക്ക് അധ്വാനിക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ അധ്വാനശേഷി കൊണ്ട് നമുക്ക് എന്തും നേടാൻ ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് മത്സര പരീക്ഷന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും നമസ്കാരം. സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. സ്കോറിന്റെ വിജയഗാഥ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് RRB ചെന്നൈയിൽ നിന്നും 2024 ജൂനിയർ എഞ്ചിനീയർ എക്സാം ക്ലിയർ ചെയ്ത അഭിജിത്ത് ആണ്. വെൽക്കം. അഭിജിത്തെ നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ഒന്ന് സെൽഫ് ഇൻട്രോഡ്യൂസ് ചെയ്യാം. നമസ്കാരം സർ, അഭിജിത്ത് എന്നാണ് പേര്. കാസർഗോഡ് ജില്ലയിലെ ഉദയനൂരാണ് സ്വദേശം. 2019 ഞാൻ BTech ഇലക്ട്രിക്കൽ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു 3 വർഷം ജോലി ചെയ്തു. ഇപ്പോൾ നിലവിൽ RRB JEE ചെന്നൈയുടെ പാനൽ വന്നപ്പോൾ അതിൽ ജനറൽ സർവീസ് ഇലക്ട്രിക്കലിൽ സെലക്ട് ആയിട്ടുണ്ട്. വീട്ടിൽ അച്ഛനും അമ്മയും അനിയത്തിയാണുള്ളത്. ഈ സർക്കാർ ജോലി എന്നുള്ളൊരു സ്വപ്നം കണ്ടോട്ടേ ഉണ്ടായിരുന്നു. അതായത് BTech കഴിഞ്ഞ ഉടൻ തന്നെ നമ്മുടെ KSEB സബ് എഞ്ചിനീയർ AE പോലുള്ള നോട്ടിഫിക്കേഷൻ വരുമെന്ന് ആ സമയത്ത് ഒരു വാർത്ത ഉണ്ടായിരുന്നു. അപ്പോൾ അത് വരികയാണെങ്കിൽ എന്തായാലും പ്രിപ്പയർ ചെയ്യാമെന്ന് തോന്നിയിരുന്നു. പിന്നെ ഇപ്പോൾ റെയിൽവേൻ്റെ അതിനും പ്രിപ്പയർ ചെയ്തിരുന്നു. അത് പക്ഷേ കിട്ടിയില്ല. ഇപ്പോൾ ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ തീർച്ചയായിട്ടും ഒരു അറ്റംപ്റ്റ് ചെയ്യണമെന്ന് തോന്നി അങ്ങനെ പഠിക്കാനുണ്ടായി. കിട്ടിയാൽ സന്തോഷമുണ്ട്. സന്തോഷം. എങ്ങനെയായിരുന്നു നമുക്ക് പഠനത്തിന്റെ ഒരു കാര്യത്തിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? നിങ്ങൾ ജോലി ചെയ്തുകൊണ്ട് പഠിക്കുകയായിരുന്നോ? അതെ. ഞാൻ KSEBയുടെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ 2023 തിരുവനന്തപുരത്ത് ജോലി ചെയ്തുകൊണ്ടാണ് പഠിച്ചിരുന്നത്. പക്ഷെ ആ സമയത്ത് അതൊരു തെറ്റിദ്ധാരണയായിരുന്നു. നമ്മൾ നമ്മുടെ സ്ട്രാറ്റജി ഇതൊക്കെ വളരെ ശരിയാണ് എന്നുള്ളൊരു രൂപത്തിലാണ് ആ സമയത്ത് പഠിച്ചുകൊണ്ടിരുന്നത്. അതായത് ക്ലാസ്സുകൾ കേൾക്കുക, ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യുക, നേരെ ഒന്ന് റിവിഷൻ ചെയ്ത് പരീക്ഷ എഴുതുക എന്നുള്ളൊരു മെത്തേഡായിരുന്നു. പക്ഷേ അതിൽ സബ് എഞ്ചിനീയർ ആയാലും AE ആയാലും സെലക്ട് ആയിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു പരാജയത്തിൽ നിന്നാണ് എങ്ങനെയാണ് സ്ട്രാറ്റജി ഉണ്ടാക്കേണ്ടത് എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ഐഡിയ വരുന്നത്. അങ്ങനെയാണ് പിന്നെ ജോലി റിസൈൻ ചെയ്യാൻ. അതെ. കഴിഞ്ഞ വർഷം ഏതാണ്ട് ആദ്യ ഭാഗം തൊട്ട് ജനുവരി മുതൽ തന്നെ CGL അതുപോലുള്ള കോമൺ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ബേസ് ഉണ്ടാക്കി തുടങ്ങിയിരുന്നു. അപ്പോൾ CGLന് കുറച്ചൊരു നല്ല അറ്റംപ്റ്റ് കൊടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് JEEയുടെ ഫുൾ ടൈം പ്രിപ്പറേഷനിലേക്ക് കടക്കാമെന്നുള്ളൊരു തീരുമാനം നവംബറിൽ എടുക്കുന്നത്. ഈ CGL പ്രിപ്പയർ ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നോൺ ടെക് സൈഡ് കുറച്ചുകൂടെ കയ്യിൽ നിൽക്കുന്ന. അതെ. ഒരു സയൻസ് അതുപോലെ GK പ്രത്യേകിച്ച് മാത്സ് റീസണിങ് കൃത്യമായിട്ടുള്ളൊരു ക്ലാസ് കേട്ട് തുടങ്ങിയിരുന്നു ആ സമയത്ത്.
ജനുവരി മുതൽ. ഈ സെൽഫായിട്ട് പിന്നെ അതിനുശേഷം റിസൈൻ ചെയ്ത് പഠിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. അപ്പൊ എങ്ങനെയായിരുന്നു? എത്ര സമയമൊക്കെ വീതം പഠിക്കുമായിരുന്നു ഡെയിലി? ഏതാണ്ട് ഒരു ആവറേജ് 6.5 മണിക്കൂർ പഠിക്കുമായിരുന്നു ആ സമയത്ത്. ഫുൾ ടൈം പ്രിപ്പറേഷനിൽ കടന്ന ശേഷം. ജോലി ചെയ്യുമ്പോൾ തന്നെ ഒരു ദിവസം ഒരു 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ക്ലാസ്സുകൾ കേട്ട് ഒരു ബേസ് ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു ആ വർഷം ആദ്യം മുതൽ. അപ്പോൾ ഒരു മിനിമം ട്രാക്കിൽ എത്തിയ ശേഷമാണ് സത്യത്തിൽ റിസൈൻ ചെയ്യാനുള്ള ഒരു ധൈര്യം എടുക്കുന്നത്. പിന്നെ അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു സെൽഫ് ഡൗട്ടിന്റെ ഘട്ടത്തിലേക്ക് പോവായിരുന്നു. ഈ ജോലി റിസൈൻ ചെയ്തു വന്നിട്ട് ഇത് ഒരു ട്രാക്കിലാവുന്നില്ല എന്നുള്ളൊരു പേടി വരുമായിരുന്നു. പക്ഷെ അതിനുള്ളൊരു ഗ്യാപ്പ് സത്യത്തിൽ കൊടുത്തില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യം. അപ്പൊ ഈ 6 മണിക്കൂർ കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിച്ചിരുന്നു മിക്കവാറും ദിവസങ്ങളിൽ. ചില ദിവസം ഇത് വേരി ചെയ്തിട്ടുണ്ട് ചെറിയ രീതിയിൽ. പക്ഷെ എന്നാലും ഒരു ക്വാളിറ്റി ടൈം ഒരു 5 മണിക്കൂറിന് മേലെ വരുന്ന രീതിയിൽ തന്നെ ആലോചിച്ചിരുന്നു. അപ്പൊ ഇത് പഠിക്കുന്ന കാലത്ത്, അതായത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? ഒരു ടോപ്പർ ആയിരുന്നോ? ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നോ? എങ്ങനെയാണ് സ്വയം വിലയിരുത്തുന്നത് എങ്ങനെയാണ്? കോളേജിൽ പഠിക്കുമ്പോൾ ടോപ്പറേ ആയിരുന്നില്ല. CGPA വളരെ കുറവാണ്. പക്ഷെ പ്ലസ് ടു വരെയുള്ള വിദ്യാഭ്യാസത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ മാർക്ക് ഉണ്ടായിരുന്നു. അത് SLC ആയാലും പ്ലസ് ടു ആയാലും ആ ഒരു രീതിയിൽ തന്നെ കൊണ്ടുവരുന്നു ഉണ്ടായിരുന്നു. അല്ല, ഞാൻ ചോദിച്ചത് വേറൊന്നുമല്ല. ഈ 6 മണിക്കൂർ എന്നുള്ളത് കൊണ്ട് ചോദിച്ചതാണ്. നമുക്കൊരു ആവറേജ് സ്റ്റുഡന്റിന് എത്ര സമയം ഏകദേശം കൊടുക്കേണ്ടി വരും ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത്? ഓരോരാളിൽ നിന്നും വേരി ചെയ്യുന്നതാണ് സർ തോന്നുന്നത്. എന്നാലും ഒരു 6 മണിക്കൂർ 7 മണിക്കൂർ ഒരു ഇന്നത്തെ എല്ലാ മത്സര പരീക്ഷയും ഡിമാൻഡ് ചെയ്യുന്നുണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒന്നാമത് സബ്ജക്റ്റിന്റെ ഒരു വേരിയേഷൻ ഉണ്ട്. ഓരോ ഇതെടുത്താലും ഒരു 4ലധികം സബ്ജക്റ്റുകൾ നമ്മൾ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. കോമൺ പരീക്ഷകൾ ഏതെടുത്താലും ടെക്നിക്കൽ JEE പോലുള്ള പരീക്ഷ ആകുമ്പോൾ ടെക്നിക്കൽ സബ്ജക്റ്റ് കൂടി അതിന്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ പരീക്ഷ ആ ഒരു സമയം മിനിമം ഡിമാൻഡ് ചെയ്യുന്നുണ്ട് തന്നെയാണ് എനിക്ക് തോന്നിയിരുന്നത്. ഈ ടെക്കും നോൺ ടെക്കും തുടക്കം തൊട്ട് ഒരുമിച്ചാണോ പഠിച്ചത്? അതോ ടെക്നിക്കൽ സബ്ജക്റ്റും നോൺ ടെക്നിക്കൽ സബ്ജക്റ്റും തുടക്കം തൊട്ടേ ഒരുമിച്ച് പഠിക്കുകയായിരുന്നോ? അതോ ആദ്യം നോൺ ടെക് പഠിച്ച് പിന്നെ ടെക് പഠിച്ച് അങ്ങനെയായിരുന്നോ അല്ല സർ, പ്രിലിംസിന്റെ സമയത്ത് പൂർണ്ണമായും നോൺ ടെക്നിക്കൽ മാത്രമായിരുന്നു ഫോക്കസ് ചെയ്തത്. ആ സമയത്ത് ക്ലിയർ ആവുകയാണെങ്കിൽ ടെക്നിക്കലിലേക്ക് കടക്കാമെന്നുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നു. പിന്നെ സബ് എഞ്ചിനീയറിനും AEക്കും KCBയുടെ അതിനും സ്കോറിന്റെ ക്ലാസ് എടുത്തതുകൊണ്ട് ആ സമയത്തെ നോട്ടുകൾ ടെക്നിക്കൽ സബ്ജക്റ്റുകളുടെ നോട്ട് പക്കയായിട്ട്, അതായത് ടെക്നിക്കൽ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ആ സമയത്ത് പ്രിപ്പറേഷൻ അന്നത്ര നന്നായി പോയില്ലെങ്കിൽ പോലും നോട്ട് കൃത്യമായി തന്നെ നോട്ട് ഉണ്ടാക്കാൻ വേണ്ടി ആ സമയത്ത് ശ്രമിച്ചിരുന്നു. അപ്പോ സത്യത്തില് ഡിസംബറിലെ പ്രിലിംസ് കഴിഞ്ഞ് കൂടുതൽ സമയം ഉണ്ടായില്ല സെക്കൻഡ് ടയറിന് JEEയുടെ. പക്ഷെ പെട്ടെന്ന് ട്രാക്കിലാവാൻ സഹായിച്ചത് ആ നോട്ട് തന്നെയാണ്. തീർച്ചയായും. നമ്മളിപ്പോ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ രണ്ടും ഒരുമിച്ച് പഠിക്കണതല്ല നല്ലത്? ടെക്കും നോൺ ടെക്കും ആണ്. നമ്മളൊരു ടെക്നിക്കൽ ബേസ് തുടക്കം തൊട്ട് പഠിച്ചു തുടങ്ങുന്നതാണ് നല്ലത്. എന്തായാലും ബേസ് ഉണ്ടാക്കി നമ്മൾ ഈ CBT2 ക്ലിയർ ചെയ്ത് വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അതായത് ഇപ്പൊ അഭിജിത്തിന്റെ കേസിൽ ബേസ് ഉള്ളത് കൊണ്ട് നമുക്കത് ആ സമയം കൊണ്ട് പിടിച്ചെടുക്കാൻ പറ്റും. ട്രാക്കിലാവാൻ ആ സമയത്ത് ഒരു ടെക്നിക്കൽ കോഴ്സ് ഇപ്പോൾ ഞാൻ സ്കോറിന്റെ കോഴ്സാണ് എടുത്തത്. അത് നോട്ട് ഉണ്ടെങ്കിൽ പോലും ഒരു കോഴ്സ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു നമുക്കൊരു ദിശാബോധം കിട്ടുമെന്നാണ് ആ സമയത്ത് തോന്നിയത്. അപ്പോൾ ജനുവരി തന്നെ ഒരു ബേസിക് സെക്കൻഡ് ടയറിനുള്ള പ്രിപ്പറേഷന്റെ ആദ്യഘട്ടം ജനുവരിയോടെ ഈ വർഷം ജനുവരി 2025 ജനുവരിയോടെ തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഏപ്രിലാണ് ഫസ്റ്റ് ഡേറ്റ് വന്നത്. പിന്നെ അത് ക്യാൻസൽ ചെയ്തെങ്കിൽ പോലും ഒരു ഫെബ്രുവരി മാർച്ച് പൂർണ്ണമായി റിവിഷന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രിപ്പറേഷന് പറ്റിയിരുന്നു. അതുകൊണ്ട് അത് നോട്ടും ക്ലാസ്സും ഒരുമിച്ച് കൊണ്ടുപോയതുകൊണ്ടാണ് അത് ജനുവരി തന്നെ ആ ഒരു സൈഡ് ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞത്. നോൺ ടെക്കിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? അതിന്റെ നോട്ട്സും അതിന്റെ ക്വിസുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ അതും ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് നോട്ട് എഴുതി വെച്ച് പഠിക്കുകയായിരുന്നു? നോട്ട് എഴുതി വെച്ച് പഠിക്കുകയാണ്. നോട്ട് മേക്കിംഗ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഹാൻഡ് റിട്ടൺ നോട്ടാണ് നമ്മുടെ റിവിഷൻ ഏറ്റവും കൂടുതൽ. പിന്നെ ഇപ്പോൾ ടെക്നിക്കൽ ആയാലും നോൺ ടെക്നിക്കൽ ആയാലും ഉപയോഗപ്പെടുക എപ്പോഴും ഹാൻഡ് റിട്ടൺ നോട്ട് തന്നെയാണെന്ന് തോന്നിയിട്ടുണ്ട്. ഈ CBT1 ക്ലിയർ ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു മാർക്കും? എത്ര പോസ്റ്റുകൾ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു? CBT1 ഏതാണ്ട് ഒരു 2 പോസ്റ്റ് ക്ലിയർ ആയില്ല. അതുപോലെ ഇലക്ട്രിക്കൽ ഡിസൈൻ, അതുപോലെ DMS ഏറ്റവും ടോപ്പിൽ വന്ന 2 പോസ്റ്റാണ്. എല്ലാ പോസ്റ്റുകളും ക്ലിയർ ചെയ്തിട്ടുണ്ട്. ക്വാളിഫൈ ആയിരുന്നു. CBT2 ഓൾമോസ്റ്റ് എല്ലാ പോസ്റ്റുകളും ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പ്രിഫറൻസ് അനുസരിച്ചുള്ള പോസ്റ്റ് അതെ. അതിൽ B1 കാറ്റഗറി മെഡിക്കൽ വരുന്ന ജനറൽ സർവീസ് ആയിരുന്നു ഫസ്റ്റ് പ്രിഫറൻസ് വെച്ചിരുന്നത്. അത് തന്നെ A3 തന്നെ ക്വാളിഫൈ ആയിരുന്നു മെഡിക്കൽ. പക്ഷെ B1 ആണ് ഫസ്റ്റ് പോസ്റ്റിന്റെ മെഡിക്കൽ പ്രിഫറൻസ് വന്നത്. ഈ CBT1 എക്സാം കഴിഞ്ഞിട്ട് ഒരു 4 ദിവസമുള്ള റെസ്പോൺസ് ഷീറ്റ് വരില്ലേ? അപ്പോൾ മാർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു CBT1? ഏതാണ്ട് ഒരു 85 അറ്റംപ്റ്റ് ചെയ്തിരുന്നു സാർ പ്രിലിംസിൽ. അതിലൊരു 68ഓളം മാർക്ക് ഞാൻ ആൻസർ റെസ്പോൺസ് നോക്കിയപ്പോൾ ഉണ്ടായിരുന്നു. അപ്പം മറ്റ് യൂട്യൂബ് വീഡിയോകളിലൊക്കെ സഹായത്തോടെ ഏതാണ്ട് ആ ഒരു റേഞ്ചിലേക്ക് കട്ട് ഓഫ് വരാമെന്നുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ പോയാലും ഒരു 1-2 പോസ്റ്റുകൾ ക്വാളിഫൈ ആവുന്നില്ല എന്നുള്ളൊരു സ്ഥിതി ഉണ്ടാവുമെന്ന് തോന്നിയിരുന്നു.
നോർമലൈസേഷൻ വരുമ്പോ ഓട്ടോമാറ്റിക്കലി അതെ മാർക്കിൽ അതെ മാറ്റം അതെ അത് 76 ഉയരുകയും ചെയ്തു. അതെ. ഏതാണ്ട് ഒരു ടഫ് ഷിഫ്റ്റ് ആയിരുന്നു പ്രിലിംസിന്റെ. 8 മാർക്കോളം 8 നോർമലൈസേഷൻ മാർക്ക് നോർമലൈസേഷനിൽ വന്നു. ഇത് പല കുട്ടികൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇരിക്കാറുണ്ട്. അതെ 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 പഠിക്കാതിരിക്കും. ഒരിക്കലും നോർമലൈസേഷൻ വരുമ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ 8 മാർക്കും 10 മാർക്കൊക്കെ മാർക്ക് മാറ്റം വരാം. നമ്മൾ വിചാരിക്കാത്ത പോലെ പോസ്റ്റ് ക്ലിയർ ചെയ്യാം. അതെ അതെ അപ്പൊ അവിടെ തൊട്ടേ പിന്നെ പഠിച്ചു തുടങ്ങി. തുടങ്ങിയിരുന്നു. ഡിസംബർ അവസാനമാകുമ്പോൾ തന്നെ ടെക്നിക്കലി പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം കാര്യമായിട്ട്. അന്ന് 2 വർഷം മുമ്പേ ഉപേക്ഷിച്ച ഒരു അതെ, ട്രാക്കിൽ നിന്ന് എന്തായാലും ടെക്നിക്കൽ ഉയർത്തി കൊണ്ടുവരണം എന്ന് തോന്നിയിരുന്നു. അപ്പോൾ നോട്ടുകളുണ്ട്. അപ്പോൾ അത് മാത്രം വെച്ച് മുന്നോട്ട് പോയാൽ കുറച്ചുകൂടി ടൈം എടുക്കുമെന്ന് അപ്പോൾ തോന്നി. അപ്പോൾ സ്കോറിന്റെ കോഴ്സ് ആ സമയത്ത് തന്നെ സബ്സ്ക്രൈബ് ചെയ്തു. ഡിസംബർ അവസാനത്തോടുകൂടി ചെയ്തു. ജനുവരി മുതൽ ഫുൾ ടൈം ക്ലാസ് ഒന്നുകൂടെ ഒന്ന് എല്ലാ ക്ലാസ്സും കണ്ട് നോട്ടിലേക്ക് ആഡ് ചെയ്യാൻ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് ആ ജനുവരി മാസം കൊണ്ട് തീർക്കാന്നുള്ളൊരു ഐഡിയ ആയിരുന്നു. ഏതാണ്ട് പഠനത്തിന്റെ മൊത്തം ഒരു സമയത്തിൽ ഒരു 30% മാത്രമേ ശരിക്കും ആ ഒരു ഭാഗം എടുത്തുള്ളൂ. നോട്ടുകൾ അപ്ഡേറ്റ് ചെയ്യാനും അപ്പോൾ ഉള്ള ഒരു ക്ലാസിന്റെ ഭാഗം. അതിനുശേഷം ഏതാണ്ട് ഒരു പ്രിലിംസിന്റെ ഒരു മെയിൻസിന്റെ ഒരു ടയർ 2 ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു 2.5 മാസം പൂർണ്ണമായിട്ട് റിവിഷന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു അതായത് ഈ നോട്ട് എഴുതി വെച്ച സംഭവങ്ങൾ വീണ്ടും വീണ്ടും അതെ പഠിച്ചുകൊണ്ടേയിരുന്നു. അതെ അതെ ഈ സമയത്ത് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തിരുന്നു. എങ്ങനെയായിരുന്നു? ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തിരുന്നു. പക്ഷെ ആദ്യഘട്ടത്തിലൊക്കെ ടെസ്റ്റുകൾ ചെയ്തിരുന്നു. പക്ഷെ ചില ഭാഗങ്ങൾ ക്വസ്റ്റ്യൻസ് നമ്മൾ കുറച്ച് ഹയർ ലെവൽ ക്വസ്റ്റ്യൻ ആണോ ചെയ്യുന്നതെന്നുള്ള ഒരു ഡൗട്ട് എനിക്ക് തോന്നി. മറ്റ് PYQ SSCന്റെ ആയാലും RRBന്റെ ആയാലും നോക്കുമ്പോൾ ഈ ലെവൽ ചോദ്യങ്ങളിലേക്ക് വന്നിട്ടുമില്ല. അപ്പൊ ആ ഒരു സൈഡ് കുറച്ച് മാർക്ക് കുറഞ്ഞപ്പോ ഒരു നെഗറ്റീവ്. അതെ അതെ ഒരു 150 പരീക്ഷയിൽ ഒരു 90-95 മാത്രമേ എനിക്ക് മോക്കിലും കിട്ടിയിരുന്നു. ശരിക്കും എത്ര മാർക്ക് കിട്ടി CBT 2 എഴുതിയപ്പോ? 112 മാർക്ക് അപ്പൊ മോക്കിനേക്കാളും വിട്ട് ഒരു 10-20 മാർക്കിന് മുകളിൽ കൂടുതൽ കൂടി. ഈ നെഗറ്റീവ് ഇങ്ങനെ വന്നപ്പോ എനിക്ക് തോന്നുന്നു മോക്ക് ടെസ്റ്റ് ഉപേക്ഷിച്ചു തോന്നുന്നു അല്ലേ? ആദ്യത്തെ പരീക്ഷയിലും 111 മറ്റോ ആയിരുന്നു വിത്തൗട്ട് നോർമലൈസേഷൻ. ഇത് രണ്ടാമത്തേല് 1-2 ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത് പിന്നെ അത് പ്രൊറേറ്റ് ചെയ്തപ്പോൾ 112 വന്നു. ഇതിൽ ഈ 100 മാർക്കിന്റെ ടെക്നിക്കൽ സബ്ജക്ട് ഉണ്ടല്ലോ ടയർ 2 അതെ സബ് എഞ്ചിനീയർ പോലുള്ള എക്സാം എഴുതിയെന്നും പറഞ്ഞു. അതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാ തോന്നി? ഇതിന്റെ നമ്മുടെ ജെയുടെ ടെക്നിക്കലും സബിന്റെ ടെക്നിക്കലും ഒരു സിമിലർ സിലബസ് ആണോ? ഒരേപോലെ പഠിച്ചാൽ മതിയോ? സ്റ്റാൻഡേർഡ് സബ് എഞ്ചിനീയറിന്റെ സിലബസും ജെയുടെയും സിമിലാരിറ്റി ഉണ്ട്. ഏതാണ്ട് സെയിം തന്നെയാണ്. പക്ഷെ എയ്ക്ക് കുറച്ചുകൂടി കൂടുതലാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ എയിന്റെ ലെവൽ തന്നെ ആയിരുന്നു നോട്ട് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആദ്യത്തെ ഘട്ടം പൂർണ്ണമായിട്ട് ഈ നോട്ടിൽ റിവൈസ് ചെയ്ത് തന്നെ പോയി. പിന്നെ റിവിഷന് വേണ്ടി നമ്മളെ ഒരു കേപ്പബിലിറ്റി വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള മെത്തേഡ്സ് കൊണ്ടുവരുന്ന എപ്പോഴും റിവിഷന് നല്ലതാണ്. അതായത് ആദ്യത്തെ ഒരു ഘട്ടത്തിലുള്ള റിവിഷൻ കഴിഞ്ഞാൽ ഇതൊരു ബോറടിയായി തുടങ്ങും റിവിഷൻ. അതെ അതെ ഞാനിപ്പോ ഒരു ടെക്നിക്കലാണ് ത്രൂ ഔട്ട് റിവിഷൻ ചെയ്തു പോയത്. ടെക്നിക്കൽ സബ്ജക്റ്റ് ആണ്. ഏതാണ്ട് ഒരു 10 മൊഡ്യൂളിനടുത്ത് സബ്ജക്റ്റുകൾ ഇലക്ട്രിക്കൽ മാത്രമുണ്ട്. ടെക്നിക്കൽ നോൺ ടെക്നിക്കൽ അത്ര വലിയ മൊഡ്യൂളുകളല്ല. 50 മാർക്കാണ്. അതെ എൻവയോൺമെന്റ് ആയാലും IT ആയാലും നമ്മുടെ ടെക്നിക്കലിന്റെ ഒരു 2 മൊഡ്യൂളിന്റെ സൈസിലുള്ള ഇത് മാത്രമേ ആ സമയത്ത് യൂസ്ഫുൾ ആയിരുന്നു. സ്കോറിന്റെ ക്ലാസ്സുകൾ അതായത് എൻവയോൺമെന്റ് IT മറ്റ് നമ്മൾ വളരെ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്ത് വന്നവരായിരുന്നു പല കാൻഡിഡേറ്റ്സ്. അന്ന് അത് അവിടെ നിന്ന് സംസാരിച്ചപ്പോൾ മനസ്സിലായിരുന്നു. പക്ഷെ സ്കോറിന്റെ എൻവയോൺമെന്റിൽ IT സയൻസ് GK ഈ നോൺ ടെക്നിക്കൽ സബ്ജക്റ്റിന്റെ സെക്കൻഡ് ടയറിലുള്ള ക്ലാസ്സുകളായിരുന്നു ഞാൻ ഫോക്കസ് ചെയ്തത്. അത് വളരെ യൂസ്ഫുൾ ആയിരുന്നു. ആ നോട്ട് മാത്രമാണ് സത്യത്തിൽ പഠിച്ചിരുന്നത്. അതെ ഈ CBT 2 പ്രിപ്പറേഷനിൽ റിവിഷൻ ഒരു പ്രധാന പങ്ക് വഹിച്ചു എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ റിവിഷൻ എന്തെങ്കിലും ഒരു പ്രത്യേക സ്ട്രാറ്റജി ഉണ്ടായിരുന്നു സാർ. ആദ്യത്തെ ഒരു ഘട്ട റിവിഷൻ നമ്മൾ കൂളായി പോകും. നമുക്ക് അധികം വലിയൊരു ബോറടി വരില്ല. കാരണം നമ്മൾ ഒരു റൗണ്ട് മുഴുവൻ ക്ലാസ് കേട്ട് പഠിച്ചു. അതിനുശേഷം റിവിഷൻ അത് വലിയ പ്രശ്നമില്ലാതെ പോകും. പക്ഷെ വീണ്ടും അതേ ഭാഗം റിവൈസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായ ഒരു ബോറടി നമുക്ക് വരും. അതിലേതാണ്ട് ഒരു 2 മാർഗങ്ങൾ ആ സമയത്ത് ഞാൻ നോക്കിയിരുന്നു. ഒന്ന്, ഈ ഒരു ഭാഗം റിവൈസ് ചെയ്യാൻ അന്ന് ബോറടി ആണെങ്കിൽ ആ ഭാഗത്തെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് ഈ നോട്ടിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഏറ്റവും ആദ്യം. അത് ഏറ്റവും SSC അതേപോലെ RRB രണ്ടിന്റെയും ജെയുടെ PYQ നോക്കി നമ്മളിപ്പോൾ ഒരു മെഷീൻസ് ഇപ്പോൾ ഇലക്ട്രിക്കൽ എടുത്താൽ മെഷീൻസിന്റെ ഭാഗമാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നെങ്കിൽ ഒരു 100 ക്വസ്റ്റ്യൻ ഒരു ദിവസം നമ്മൾ അറ്റൻഡ് ചെയ്ത ഒരു 30-നടുത്ത് ക്വസ്റ്റ്യൻസ് നമുക്ക് മിക്കവാറും കിട്ടാത്തതായിരിക്കും. ഒരു 25-30-നടുത്ത്. അപ്പോൾ ഇതിൽ നമ്മളെ നോട്ടിലേക്ക് ആഡ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു സെപ്പറേറ്റ് പുസ്തകത്തിൽ അതിന്റെ സൊല്യൂഷൻ മാത്രം എഴുതി വെക്കുമായിരുന്നു. അത് റിവൈസ് ചെയ്യാൻ വീണ്ടും ഒരു സമയം എടുക്കില്ല. അത് തൊട്ട് പിറ്റേന്ന് രാവിലെ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യും. അതായത് നമ്മൾ നോട്ട് റിവൈസ് ചെയ്യുന്ന പോലെ പിന്നെ എല്ലാം ഒന്നിച്ച് റിവൈസ് ചെയ്യാന്ന് വെച്ചാൽ PYQ റിവിഷൻ ഭയങ്കര സമയം എടുക്കുന്നതായി മാറും. പിന്നെ അപ്പോൾ അത് ഒരു ദിവസം നമ്മൾ ഒരു 20 ക്വസ്റ്റ്യൻ നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ നമ്മൾ സൊല്യൂഷൻ എഴുതിയാൽ പിറ്റേ ദിവസം ഏറ്റവും രാവിലെ അത് തന്നെയായിരിക്കും ആദ്യം റിവൈസ് ചെയ്യുന്നത്. ഈ ഒരുപാട് പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. പഠിച്ച സാധനങ്ങൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്ത് ഓർത്തുകൊണ്ടേയിരിക്കണം. അതെ റിവിഷൻ ആണ് സത്യത്തിൽ നമ്മളൊരു പ്രിപ്പറേഷന്റെ ഒരു 100% എടുത്താൽ ഒരു 60% നമ്മൾ റിവിഷൻ
റിവിഷന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമയമാണ് 60% എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 40% നമ്മളൊരു ബേസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പൂർണ്ണമായും റിവിഷൻ പാരലലി കൊണ്ടുപോകുന്ന മെത്തേഡ് തന്നെ ഏത് പരീക്ഷ അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അഭിജിത്തിന്റെ കേസിൽ എനിക്ക് തോന്നുന്നു റിവിഷനും ടെസ്റ്റ് എടുക്കലും ഒരുമിച്ച് നടന്നു. ഒരുമിച്ചായിരുന്നു. റിവിഷൻ ടെസ്റ്റ് ടൈം ബൗണ്ട് ആയിട്ട് ഓൺലൈൻ ടെസ്റ്റ് മാത്രമല്ല, ഞാൻ സ്കോറിന്റെ മോക്ക് ടെസ്റ്റുകൾ ചെയ്തിരുന്നു, ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് മോക്കുകൾ ചെയ്തിരുന്നു. അതല്ലാതെ PYQ പുസ്തകങ്ങൾ വെച്ച് തന്നെ ചെയ്തു നോക്കുക. തന്നെ ചെയ്തു നോക്കായിരുന്നു. ഒരു ടൈം ബൗണ്ടഡ് അല്ലാതെ നമുക്ക് ഒരു റിവിഷൻ മെത്തേഡ് പോലെ PYQ ചെയ്തു പോയി. ഈ ടൈം ബൗണ്ടിന്റെ കേസ് പറഞ്ഞപ്പോൾ പഠിക്കാനിരുന്ന സമയം എങ്ങനെയായിരുന്നു? അങ്ങനെ പ്രത്യേകിച്ച് ഒരു കൃത്യമായിട്ടുള്ള ഒരു സമയമായിരുന്നോ അതോ ഫ്ലെക്സിബിൾ ആയിരുന്നു ടൈം ടേബിൾ? ഫ്ലെക്സിബിൾ ആയിരുന്നു. അന്നന്ന് എന്താ പറയുക, ഡിമാൻഡ് ചെയ്യുന്ന സബ്ജക്റ്റുകൾ നമുക്ക് ഏതാണ്ട് ഒരു പ്ലാൻ ഉണ്ടാവുമല്ലോ, ഇന്ന ഭാഗം വിട്ടുപോയിട്ടുണ്ട്, അപ്പൊ അതിന് ഈ ഒരാഴ്ച അതിന് പ്രാധാന്യം കൊടുക്കാം, അങ്ങനെ അങ്ങനെ ഒരു രീതിയാണ് കൊണ്ടുപോയത്. അത് നോൺ ടെക്നിക്കല് കുറച്ചുകൂടി അവസാന മാസങ്ങളിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. ടെക്നിക്കൽ പൂർണ്ണമായും ഒരു ടയർ 2ന്റെ കേസിൽ. ടയർ 1ന്റെ കേസിൽ എല്ലാം ഏതാണ്ട് ഒരു നമ്മളൊരു ആവറേജ് 8 മണിക്കൂർ 7 മണിക്കൂർ പഠിക്കുന്നുണ്ടെങ്കിൽ ഈക്വലി ഓരോന്നിനും ഡിവൈഡ് ചെയ്യുന്നത് നല്ലത്. GK ആണ് കുറച്ചുകൂടി കുറവ് സമയം ഞാൻ അത് വെയിറ്റേജും എനിക്ക് തോന്നുന്നു കുറവാണ്. അതെ. നമ്മൾ ഓവർ എഫേർട്ട് ഇട്ട് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്കവാറും. കറണ്ട് അഫയേഴ്സിന് പ്രാധാന്യം കൊടുത്തിരുന്നു. അത് ടോപ്പിക് വൈസ് തന്നെ കറണ്ട് അഫയേഴ്സ് ചെയ്തിരുന്നു. അതായത് മന്ത് വൈസ് കമ്പലേഷൻ ഒരുപാട് കിട്ടും, പക്ഷെ മന്ത് വൈസ് നമുക്ക് തീരെ ഒരു ഓർമ്മയിൽ നിൽക്കാത്ത ടൈപ്പ്, കാരണം മിക്സഡ് ആയിട്ട് ഇത്രയും ഇൻഫർമേഷൻ വരുമ്പോൾ. അപ്പോൾ നമുക്ക് ബാങ്കിങ് ഒരു ഭാഗം മുഴുവൻ ആ വർഷത്തെ കമ്പൈലേഷൻ, പിന്നെ ഗവേണൻസ്, അതുപോലെ സ്കീംസ്, പിന്നെ സ്പോർട്സ് ഇവന്റ്സ്, അങ്ങനെ കവർ ചെയ്ത് പോകുന്നതാണ് കറണ്ട് അഫയേഴ്സിന്റെ കാര്യത്തിൽ നല്ലതെന്ന് തോന്നിയിരുന്നു. നമ്മൾ ഇവിടെ ക്ലാസ് കൊടുക്കുമ്പോഴേ നമ്മളടുത്ത് പറയാറുണ്ട്, അതായത് നിങ്ങളുടെ ക്ലാസ് ഭയങ്കര ലെങ്തി ആണ്, നമ്മൾ കൺസെപ്റ്റിനൊക്കെ നല്ല പ്രാധാന്യം കൊടുത്താണ് പഠിച്ചത്. അഭിജിത്തിന് അത് യൂസ്ഫുൾ ആയിരുന്നു? തീർച്ചയായിട്ടും സർ. അതായത് നമ്മുടെ RRB JEE ഇതിന് തൊട്ട് മുന്നേ വിളിച്ചത് 2018-ലായിരുന്നു. ആ സമയത്ത് ടെക്നിക്കൽ ആയാലും നോൺ ടെക്നിക്കൽ ക്വസ്റ്റ്യൻ നോക്കിയാൽ വളരെ വൺ വേർഡ് ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമായിരുന്നു. സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് അങ്ങനെ ഒരു പ്രതീക്ഷിച്ച് തന്നെയാണ് ഈ തവണയും വന്നത്. പക്ഷെ നമ്മളത്ര എനിക്ക് തോന്നുന്നു സ്കോറിന്റെ സ്റ്റുഡൻസ് ആരും ആ ഒരു രീതിയിൽ മാത്രം പഠിച്ചവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു SSC ലെവലിലേക്ക് ഇത് മാറാം എന്നുള്ള ഒരു തോന്നൽ ഉണ്ടായിരുന്നു. അപ്പം കുറച്ചുകൂടി സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ ടെക്നിക്കലിൽ തന്നെ വരുന്ന സ്ഥിതി ഉണ്ടായിരുന്നു ഏപ്രിലിലെ പരീക്ഷയിൽ. അത് ക്യാൻസൽ ചെയ്ത് വീണ്ടും ജൂണിൽ വന്നപ്പോൾ ഏതാണ്ട് ആൾക്കാർക്ക് മനസ്സിലായി ഈ ഒരു ലെവലിൽ പോകണം എന്നുള്ളത്. ഇപ്പോൾ ഈ CBT 1 കഴിഞ്ഞ് CBT 2 വരെയുള്ള പ്രിപ്പറേഷന്റെ സമയത്ത് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തിരുന്നു, നോട്ടുകൾ എഴുതിയിരുന്നു. ഈ നോട്ടുകൾ അല്ലെങ്കിൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ കിട്ടാത്ത സംഭവങ്ങൾ നോട്ടിനകത്ത് ആഡ് ചെയ്തിട്ടാണ് റിവിഷന് ഫോക്കസ് ചെയ്തിരുന്നത്. സ്ട്രാറ്റജി അല്ലാതെ വേറെ എന്തെങ്കിലും അന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു? വേറെ ഒന്ന്, ഈ റിവിഷൻ 1ഉം 2ഉം കഴിഞ്ഞുള്ള മൂന്നാമത്തേക്ക് റിവിഷൻ ആകുമ്പോഴുള്ള ബോറടി മാറ്റാനുള്ള ഒരു ടെക്നിക്കായിട്ട് ആലോചിച്ചത്, നമ്മുടെ ആദ്യത്തെ റിവിഷൻ തന്നെ നമ്മുടെ വോയിസ് നമ്മുടെ ഫോണിൽ റെക്കോർഡ് ചെയ്ത് പിന്നെയുള്ള റിവിഷന് അത് പാരലി കേട്ടുകൊണ്ട് റിവൈസ് ചെയ്യുന്നത് നമ്മുടെ മൂന്നാമത്തെ നാലാമത്തേക്കുള്ള റിവിഷന്റെ ടൈം വളരെ കുറയ്ക്കും എന്ന് തോന്നിയിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന പോലെ നമ്മുടെ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള നോട്ട് വായിക്കുമ്പോൾ അതിൽ നമ്മുടെ ഇപ്പോൾ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ അത് മറ്റൊരു മൊഡ്യൂളുമായി ബന്ധപ്പെടുത്താൻ പറ്റുമെങ്കിൽ ആ വോയിസ് അടക്കം അതിൽ റെക്കോർഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ഫയൽ ഉണ്ടാക്കി. അതായത് സൈഡ് നോട്ട് വരെ പറഞ്ഞിട്ട്. അതെ, സൈഡ് നോട്ട് വരെ. ഇപ്പം ഉദാഹരണത്തിന് ട്രാൻസ്ഫോമറിന്റെ ഒരു കാര്യം നമ്മൾ വായിക്കുമ്പോൾ DC ജനറേറ്ററിൽ ഇത് ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ മറ്റൊരു AC മെഷീനിൽ ഇത് ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് പഠിക്കുമ്പോൾ നമ്മൾ ആ കമ്പാരിസൺ പോയിന്റും കൂടി നമ്മൾ പാരലലി അത് കേൾക്കുകയാണ്. അപ്പൊ അതുകൂടെ വോയിസിനകത്ത് വെച്ച് അത് രണ്ടാമത് കേൾക്കുമ്പോൾ അത് വീണ്ടും മറന്നു പോവില്ല യാതൊരു കാരണവശാലും. അതെ. ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരുന്നു. അതായത് ആദ്യ റിവിഷന്റെ വോയിസ് റെക്കോർഡ് ചെയ്ത് എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഇലക്ട്രിക്കലിന്റെ ഒരു മൊഡ്യൂൾ ഒരു 1.5 മണിക്കൂർ 1.25 മണിക്കൂറിനടുത്ത് ആ വോയിസ് ഫയൽ വരും. അത് തന്നെ ടോപ്പിക് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാം. പക്ഷെ പിന്നെ നമ്മൾ വല്ലാതെ ബോറടിക്കുന്ന സമയത്ത് ഇത് ഭയങ്കരമായിട്ടുള്ള ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു മൊഡ്യൂൾ മുഴുവൻ ഒരു സ്റ്റോറി പോലെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവും. ശരിക്കും നമ്മുടെ വോയിസ് ആകുമ്പോൾ കുറച്ചുകൂടി കളക്ടിങ് മെമ്മറി നമുക്ക് കുറച്ചുകൂടി കൂടുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ക്ലാസ്സുകൾ വീണ്ടും കേൾക്കാൻ പൂർണ്ണമായി സമയം ഉണ്ടാവണമെന്നില്ലല്ലോ അവസാനമാകുമ്പോൾ. അപ്പം നമ്മുടെ നോട്ട് നമ്മൾ വായിച്ച വോയിസ് ആകുമ്പോൾ കുറച്ചുകൂടി അത് യൂസ്ഫുൾ. പിന്നെ അഭിജിത്തെ, ഡിസംബറിലാണ് എക്സാം കണ്ടക്ട് ചെയ്തിരുന്നത്. ഡിസംബർ 2024 ടയർ 1 എക്സാം ഉണ്ടായിരുന്നു. എനിക്കോട് അതിന് 2 മാസം മുന്നേ തന്നെ ജോലി റിസൈൻ ചെയ്തിരുന്നു. ഏകദേശം സെപ്റ്റംബർ 2025 ഫൈനൽ ലിസ്റ്റ് പാനൽ വരുന്നത്, പാനലിൽ പേര് കാണുന്നത്. അപ്പോൾ ഏകദേശം 1 കൊല്ലത്തോളം നമ്മളൊരു ജോലി ചെയ്തിരുന്ന ഒരാൾ ജോലി ഉപേക്ഷിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഒരു എക്സാം കിട്ടണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു സമയത്തിൽ മെന്റലി ഡൗൺ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് മെന്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്തത്? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു സാർ. അതിപ്പം ആരുടെ കാര്യം എടുത്താൽ പോലും അങ്ങനെയുള്ള ഒരു ലോ സിറ്റുവേഷൻസ് ഉണ്ടാവുമെന്നാണ് നമുക്ക് തോന്നുന്നത്. അതിപ്പോൾ ഞാൻ പേഴ്സണലി ഇപ്പോൾ എൻ്റെ കാര്യം എടുത്താൽ വ്യക്തിപരമായി ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നൊന്നല്ല ഞാൻ വരുന്നത്. പക്ഷെ അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. അവരൊക്കെ
ജേണി ഇത്രയും പരിശ്രമം വെച്ച് നോക്കുമ്പോൾ എൻ്റെ ശ്രമമൊക്കെ വളരെ ചെറുതാണെന്ന് എനിക്ക് ആ സമയത്ത് തോന്നിയിരുന്നു. പക്ഷെ നമ്മള് ആരുടെ കാര്യം എടുത്താലും മെന്റൽ സ്റ്റെബിലിറ്റി ഒരു മത്സര പരീക്ഷ പ്രിപ്പറേഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അതിന് ആദ്യം തന്നെ നമ്മൾ ജോലി റിസൈൻ ചെയ്ത് ഇറങ്ങുമ്പോൾ ഒരു ശൂന്യത, ഒരു ഒന്നുമില്ലാത്തൊരവസ്ഥ ഉണ്ടാവരുത് എന്ന് എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ 2024 തുടക്കം തൊട്ട് തന്നെ ഒരു ട്രാക്കിൽ ഒരു 50% എങ്കിലും ഒരു ട്രാക്കിലായിട്ട് പരീക്ഷയോട് അടുത്ത് റിസൈൻ ചെയ്യാം. അത് ഏത് പരീക്ഷയായാലും. ആ സമയത്ത് ജെഇ നോട്ടിഫിക്കേഷൻ വന്നിരുന്നില്ല. ആദ്യം ജൂലൈയോടെയാണ് വന്നത്. അപ്പൊ ഏതിലേക്ക് ഫുൾ ടൈം പ്രിപ്പറേഷൻ കടക്കുന്നതിന് മുന്നേ ഒരു 50% നമ്മൾ ട്രാക്കിലായിരിക്കണം എന്ന് എനിക്ക് തോന്നിയിരുന്നു. ഒരു പരിധിവരെ സെൽഫ് ഡൗട്ട് ആ തുടക്ക സമയത്ത് കുറക്കാൻ അത് സഹായിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീരുമാനം ഉറച്ചതായിരുന്നു തുടക്കം തൊട്ട് തന്നെ. തീരുമാനം ഉറച്ചായിരുന്നു. 2024 എടുത്ത തീരുമാനം ഏതാണ്ട് ഉറച്ചായിരുന്നു. പക്ഷെ മുൻ വർഷങ്ങളിൽ നോക്കിയപ്പോൾ അത്ര ഒരു ദിശാബോധം ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് ഈ കഴിഞ്ഞ വർഷമാണ് അതിന്റെ ഒരു കൃത്യമായിട്ട്. ആ പാളിച്ചകളിൽ നിന്ന് പാഠം പഠിച്ചു. തീർച്ചയായിട്ടും അങ്ങനെ പരാജയങ്ങളിൽ നിന്നാണ് സത്യത്തിൽ പുതിയൊരു സ്ട്രാറ്റജി വന്നത്. സബ് എഞ്ചിനീയർ ആണെങ്കിലും നിസ്സാര മാർക്കിനോ മറ്റുമാണ്. സബ് എഞ്ചിനീയർ നിസ്സാര മാർക്കിനാണ് പോയത്. പക്ഷെ കുറച്ചുകൂടി അധികം മാർക്കിനാണ് പോയത്. അപ്പം അത് സത്യത്തിൽ സബ് എഞ്ചിനീയർ കഴിഞ്ഞിട്ടാണ് ഉണ്ടായത്. എന്നിട്ട് പോലും പുറകോട്ട് പോവുകയുണ്ടായി. അപ്പം ആ സ്ട്രാറ്റജീന്റെ ഒരു പ്രാധാന്യം മനസ്സിലാവുന്നത് ആ 2 പരാജയങ്ങളോടെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ഒരു ഗ്യാപ്പ് വരികയും ചെയ്തു. 2023 പൂർണ്ണമായിട്ടും ഒരു ഗ്യാപ്പായി വന്നു. അത് 24 തൊട്ട് വീണ്ടും തുടങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഈ സമയത്ത് എങ്ങനെയായിരുന്നു ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടുള്ള അതെ support അവരുടെ? പിന്നെ ഫ്രണ്ട്സ് നല്ല സപ്പോർട്ടായിരുന്നു. പക്ഷെ ഈ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ വളരെ കുറവായിരുന്നു. എൻ്റെ ഒരു സുഹൃത്ത് മാത്രമേ ഉണ്ടായത്. അവനും സത്യത്തിൽ സെക്കൻഡ് ഇയർ ചെറിയൊരു മാർക്കിനാണ് പോയത്. അഭിരാം എന്നാണ് പേര്. അപ്പം ഡെയിലി നമ്മളൊരു 2-3 തവണയൊക്കെ വിളിക്കുമായിരുന്നു. അപ്പൊ ഏതാണ്ട് ഒരു അരമണിക്കൂറോളം സംസാരിക്കും. അപ്പൊ നമ്മുടെ ഒരു സ്ട്രാറ്റജി അവരെന്താണ് ചെയ്യുന്നത്, പിന്നെ തീർച്ചയായിട്ടും ആ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു പിയർ ഗ്രൂപ്പ് ഉള്ളത് എപ്പോഴും നല്ലതാണ്. പക്ഷെ നമ്മുടെ സ്ട്രാറ്റജി അതിൽ മിക്സ് ആയി പോകരുതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവരുടെ കൂടെ ചിലപ്പോൾ നമ്മുടെ അതെ അതെ. ആ ഗ്രൂപ്പായിട്ടൊരു സ്ട്രാറ്റജി ഉണ്ടാക്കുന്നത് എപ്പോഴും നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഗ്രൂപ്പായിട്ട് നമ്മുടെ സജഷൻസ് ആയാലും നമ്മുടെ അഭിപ്രായങ്ങളെല്ലാം ചോദിക്കുകയോ അറിയുകയൊക്കെ ചെയ്യാം. പക്ഷെ നമുക്ക് ഉള്ളൊരു സ്ട്രാറ്റജി നമ്മൾ കൃത്യമായി കൊണ്ടുപോകണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വീട്ടുകാരെ എന്തായിരുന്നു ഈ ജോലി റിസൈൻ ചെയ്തിട്ട് പഠിക്കാൻ? അതെ. അത് ആ സമയത്ത് തന്നെ അവരോട് ഡിസ്കസ് ചെയ്തിട്ടാണ് ചെയ്തത്. അപ്പൊ പൂർണ്ണമായിട്ടുള്ള ഒരു സപ്പോർട്ടായിരുന്നു. കുഴപ്പമൊന്നും അതെ ഉണ്ടായിരുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഈ ഒരു കാലയളവിൽ ഈ സിനിമയ്ക്ക് പോക്ക്, ഹോബീസ്, ഇതൊക്കെ നമ്മൾ എല്ലാ പിള്ളേരുടെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അഭിത്തെ കാര്യം എങ്ങനെയായിരുന്നു? അതെ, സിനിമക്ക് പോക്കുണ്ടായിരുന്നു. ആ. പിന്നെ യാത്രകൾ അങ്ങനെ പൊതുവേ ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. യാത്ര അങ്ങനെ യാദൃശ്ചികമായി സുഹൃത്തുക്കളെപ്പുറം പോവും. അല്ലാതെ പ്ലാൻ ചെയ്ത് യാത്ര ചെയ്യാൻ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരാളല്ല. നാട്ടില് മറ്റ് ഹോബികൾ പരിശോധിച്ചാല് ഹോബിയായിട്ടല്ല, സംഘടനാ പ്രവർത്തനം നാട്ടില് പാർട്ടി സംഘടനാ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നു. അത് തരുന്നൊരു ധൈര്യം ശരിക്കും വലുത് തന്നെയാണ്. അതിപ്പം മത്സര പരീക്ഷേന്റെ ഒരു പശ്ചാത്തലത്തിൽ മാത്രമല്ല, ജീവിതത്തിന്റെ ഏതൊരു ഘട്ടത്തിലും അത് തരുന്നൊരു ധൈര്യം വളരെ വലുതായിരുന്നു. അത് സത്യത്തില് പരീക്ഷാ സമയത്ത് വായനയും അത്യാവശ്യം കൊണ്ടുപോകും. ഇതിന് പാരലായി തന്നെ മറ്റു പുസ്തകങ്ങൾ. അതെ. വായനയും സംഘടനാ പ്രവർത്തനവും മാത്രമായിരുന്നു പരീക്ഷ പ്രിപ്പറേഷൻ സമയത്ത് ഉണ്ടായിരുന്ന 2 കാര്യങ്ങൾ. അതും ഈ ഒരു സ്റ്റേജ് ഒക്കെ കഴിഞ്ഞ് നമ്മള് CVT2 കഴിഞ്ഞു. CVT2 ആദ്യം എഴുതി, അതിനകത്ത് പ്രശ്നം വന്നു. രണ്ടാമത് വീണ്ടും എഴുതേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ ആ സമയത്ത് എങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതോ എങ്ങനെയായിരുന്നു ആ സമയത്ത് ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത്? അതെ. ഏപ്രിൽ 22-നാണെന്ന് തോന്നുന്നു ഉണ്ടായത്. അത് ഒരു 3 ദിവസം നമ്മുടെ ആൻസർ റെസ്പോൺസ് വന്ന ഉടനെ തന്നെ ക്യാൻസൽ ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ആ ഒരാഴ്ചയായിരുന്നു ഈ ഒരു വർഷത്തെ ഏറ്റവും ലോ സിറ്റുവേഷൻ അതായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ അഭിരാമിനെ വിളിക്കും, ക്യാൻസൽ ആയോ, വീണ്ടും ആയില്ല, ഇങ്ങനെ ഒരു സംശയത്തിന്റെ ഘട്ടത്തിൽ നിന്നൊരു സമയമായിരുന്നു. പക്ഷെ വീണ്ടും എന്തായാലും എഴുതിയല്ലേ പറ്റും. അത് നമ്മൾ രണ്ടാമത്തതിന് ഏപ്രിലിലെ ഫസ്റ്റ് പരീക്ഷ നേരിട്ടത് ഏതാണ്ട് കറക്റ്റ് പാത്തിലാണെന്നുള്ളൊരു ധൈര്യമായിരുന്നു രണ്ടാമത്തെ ക്യാൻസൽ ചെയ്ത് വീണ്ടും റീ എക്സാം നടത്തുന്നതിൽ കുറച്ചും കൂടി നല്ല അറ്റംപ്റ്റ് കൊടുക്കാൻ പറ്റുന്നുള്ള ധൈര്യം തന്നത് നമ്മുടെ റൂട്ട് ഏതാണ്ട് ഫസ്റ്റ് തന്നെ ശരിയായിരുന്നു എന്നുള്ളായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഹിന്ദി ചാനലും കുറെ യൂട്യൂബ് ചാനലൊക്കെ കണ്ടാല് കുട്ടികൾ ഭയങ്കര ഞെട്ടൽ ഉണ്ടാക്കിയൊരു ഇതായിരുന്നു. സെക്കൻഡ് ഇയർ ഇങ്ങനെ ഒരു എക്സാം ആയിരുന്നില്ല അവർ പ്രതീക്ഷിച്ചത്. ഒരു വളരെ വൺ വേർഡ് സ്ട്രേറ്റ് ചോദ്യങ്ങളായിരുന്നു പ്രതീക്ഷിച്ചത്. അതിൽ നിന്ന് മാറിയാണ് വന്നത്. പക്ഷെ അത് സത്യത്തിൽ നമ്മളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിരുന്നു. ആ ഒരു ധൈര്യം റീ എക്സാമിനും കൊടുക്കാമെന്ന് തോന്നി. ഇതൊക്കെ കഴിഞ്ഞ് ഈ സെപ്റ്റംബറിൽ പേര് ഇതിനകത്ത് കണ്ടല്ലോ, PDF-നകത്ത് കണ്ടല്ലോ, ആ സമയത്ത് എന്താ തോന്നി? ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ എല്ലാവരോടും ആ സമയത്ത് പറഞ്ഞിരുന്നില്ല. ഇപ്പോഴും അപ്പോയിന്റ്മെന്റ് വന്നിട്ട് പറയാന്നുള്ളൊരു ഘട്ടത്തിലാണ്. അതിന് മുന്നെയാണ് സത്യത്തിൽ ഈ ഇന്റർവ്യൂ എടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു പരിശ്രമത്തിനുള്ള ഒരു ഫലമായിട്ട് ഭയങ്കര ഒരു അഭിമാനബോധം, അതിപ്പോൾ അച്ഛനും അമ്മയും എല്ലാവരും ആയാലും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് മാത്രമേ
പറഞ്ഞില്ല. അതെ. ബാക്കി എല്ലാവരോടും പറയാന്നുള്ളൊരു ഇതിൽ തന്നെയായിരുന്നു. അപ്പോ പക്ഷെ ഇവിടം കൊണ്ട് അത് പൂർത്തിയാവുന്നില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതായത് നമ്മുടെ ഇപ്പൊ ഒരു ജോലിയാണെങ്കിൽ പോലും ഒരു ചുമതലയാണല്ലോ. അപ്പൊ അത് കൃത്യമായി നമ്മുടെ ഒരു സംഭാവന കൂടെ അതിൽ ഉണ്ടാവുമ്പോൾ മാത്രമാണ് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. നമ്മളൊരു ഉത്തരവാദിത്വ ബോധം ഒരു ഘട്ടത്തിലും മറക്കുന്നത് ശരിയല്ലല്ലോ. അപ്പൊ പരീക്ഷ പാസ്സാവുക, ജോലി കിട്ടാനുള്ള ഒരു ഘട്ടം. നമ്മളും നമ്മുടെ ഔട്ട്പുട്ട് ജോലിയിൽ കൂടി കൃത്യമായി കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു വിശ്വസിക്കുന്ന ഒരാളാണ്. ഇത് ഈ പ്രയാണം ഇവിടെ കൊണ്ട് നിർത്തുകയാണോ അതോ ഫ്യൂച്ചറിൽ എന്താണ് ഇനി ഇതിന് മുകളിലേക്ക് വേറെ ഏതെങ്കിലും പരീക്ഷകൾ എഴുതാനോ എന്തെങ്കിലും പ്ലാനുകൾ ഇട്ടുണ്ടോ ഇപ്പൊ നിലവില്? മറ്റ് പരീക്ഷകൾ നോക്കാൻ തോന്നിയിട്ടുണ്ട്. അതുപോലെ KSEB, AE അടുത്ത കൊല്ലം വീണ്ടും വിളിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള പരീക്ഷകൾ അറ്റൻഡ് ചെയ്യാന്നുള്ളൊരു തോന്നലുണ്ട് ഇപ്പോൾ. അതായത് എന്തായാലും പ്രിപ്പറേഷനുമായിട്ട് തന്നെ അതെ മുന്നോട്ട് അതെ. പോകും. പഠിത്തം അവസാനിപ്പിക്കാനുള്ള ഇല്ല പഠിത്തം നമ്മള് സത്യത്തിൽ പഠിത്തമാണ് അത്ഭുതം ഉണ്ടാക്കാൻ പറ്റിയൊരു കാരണം മറ്റ് ഹോബികളൊന്നും നമ്മൾ ഒരു വിചാരിക്കുന്ന ഔട്ട്പുട്ട് പലതും തരും. പക്ഷെ പഠിത്തം നമ്മളെ വേറെ തന്നെ ഒരു സ്ഥാനത്തിലേക്ക് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ മാറ്റിക്കളയുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ നെക്സ്റ്റ് ഇയർ പ്രിപ്പയർ ചെയ്യാനിരിക്കുന്ന കുട്ടികൾ ഇപ്പൊ 2025 നോട്ടിഫിക്കേഷൻ നമ്മൾ ഒക്ടോബറിൽ പ്രതീക്ഷിക്കുകയാണ് ജെയുടെ. ആ കുട്ടികളുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? കൃത്യമായിട്ടുള്ളൊരു ദിശാബോധം, അതായത് എക്സാം എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പ്രിലിംസിനും മുന്നേ തന്നെ മനസ്സിലാക്കുന്നത് നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്. രണ്ടിനും രണ്ട് സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ പ്രിലിംസ് ആയാലും മെയിൻസ് ആയാലും രണ്ട് സ്ട്രാറ്റജിയാണ്. അപ്പം പലർക്കും മിസ്റ്റേക്ക് നമുക്കിപ്പോൾ എനിക്ക് തന്നെ പറ്റിയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് എക്സാം എന്താണ് ഡിമാൻഡ് ചെയ്യുന്നതെന്ന് അറിയാത്ത രീതിയിൽ അതിനെ നേരിടുക എന്നുള്ളതാണ്. അത് ഒരിക്കലും ചെയ്തത് തോന്നിയിട്ടുണ്ട്. എക്സാം എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത്, അതിൽ നമ്മളെ ഇൻപുട്ട് എത്രത്തോളം ആവണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വിജയം നിശ്ചയിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളെ സെൽഫ് കോൺഫിഡൻസ് തകർക്കുന്നത് സത്യത്തിൽ നമുക്ക് പറ്റുന്ന ലൂപ്പ് ഹോൾസ് ആണ്. പക്ഷേ ഈ ലൂപ്പ് ഹോൾസ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ അല്ലാതെ വെറുതെ ഒരാൾക്ക് സെൽഫ് കോൺഫിഡൻസ് ലോ ആവുന്നു, ഇടയ്ക്ക് അത് കയറുന്നു, അങ്ങനെ ഒരു സാധനത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. നമുക്കുള്ള ഫ്ലോസിലാണ് നമുക്ക് സെൽഫ് കോൺഫിഡൻസ് തകരുന്നത്. പക്ഷെ അത് മേക്കപ്പ് ചെയ്യാൻ നമുക്ക് കൃത്യമായി പറ്റും എന്ന് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. തുടക്കം തൊട്ടേ ആ ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ അതെ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ സുഖമായി ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് തോന്നിയിട്ടുള്ളത്. കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എക്സാം ഡേയുടെ മൈൻഡ് സെറ്റ് മാറ്റർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണ് എക്സാം ഡേ എങ്ങനെയാണ് അത് ഡീൽ ചെയ്തിരുന്നത്? അതായത് വലിയ ടെൻഷൻ ഇല്ലാതെ ആ ദിവസം പോവുക എന്നുള്ളതാണ് ആദ്യം ചെയ്യാനുള്ളത്. അതായത് നമ്മൾ തലേന്ന് വരെ കൃത്യമായിട്ടുള്ളൊരു എഫേർട്ട് ഇട്ടു. നമ്മൾ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനുള്ളൊരു അന്ന് തലേന്ന് രാത്രി ഉറക്കൊളിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അന്ന് നമ്മൾ അധികം എഫേർട്ട് ഇട്ടിട്ടോ അങ്ങനെ ഒരു ഇതില്ല. ഞാൻ പലപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം, അതായത് നമ്മളെന്തോ വലിയൊരു യുദ്ധം ചെയ്യാൻ പോവാന്നുള്ളൊരു ഫീലിംഗിൽ പോകരുത്. ഇപ്പൊ പലപ്പോഴും പലരും ഇങ്ങനെ പറഞ്ഞു കേൾക്കാം നമ്മളെ മെന്റൽ സ്റ്റെബിലിറ്റിയും കൂടെ കാര്യത്തിലത്. അതായത് നമ്മളെ കുറെ പേര് തളർത്തി, അതുകൊണ്ട് അവരോടുള്ള ഒരു റിവെഞ്ച് ഒക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു വ്യക്തിപരമായി ഭയങ്കര ഒരു യുദ്ധമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ പോകുമ്പോഴാണ് നമ്മൾ വല്ലാണ്ട് തളർന്നു പോകുന്നത്. നഷ്ടപ്പെടാൻ എന്തൊക്കെയുള്ള അതെ നമുക്ക് ഒരുപാട് നഷ്ടപ്പെടാനുണ്ട്. ചുറ്റും പലരും നമ്മളിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അത് നമ്മുടെ മനസ്സിന്റെ ഭാരം കൂട്ടുന്ന മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ വ്യക്തിപരമായി എന്തെങ്കിലും വലിയൊരു നേട്ടം അല്ലെങ്കിൽ അവരോടൊരു യുദ്ധം അങ്ങനെ ചെയ്യുന്നതല്ല. നമ്മുടെ ലക്ഷ്യം വളരെ വിശാലമാണ്. നമ്മൾ അങ്ങനെ ഒരു ബോധത്തിൽ നമ്മളൊരു സെൽഫ് കോൺഫിഡൻസ് എപ്പോഴും ഉയർത്താൻ നമ്മുടെ ലക്ഷ്യം വിശാലാണ് എന്നുള്ളൊരു അർത്ഥത്തിൽ ഏത് പരീക്ഷയും അങ്ങനെ നേരിടുന്നതാണ് എനിക്ക് വ്യക്തിപരമായി തോന്നിയിട്ടുള്ളതെന്നാണ്. അതെ, നമ്മുടെ വീഡിയോസിൽ നമ്മൾ എപ്പോഴും പറയുന്നതാണ്. അതായത് എക്സാം എന്ന് പറയുമ്പോൾ ടയർ 1 ടയർ 2 മാത്രമല്ല, മെഡിക്കൽ ആൻഡ് DV അതൊരു സെപ്പറേറ്റ് സ്റ്റേജ് ആയിട്ട് തന്നെ പരിഗണിക്കണം എന്ന് പറയും. അഭിജിത്തിന്റെ കേസിൽ എങ്ങനെയായിരുന്നു മെഡിക്കലും DV ആ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം? സാറ് പറഞ്ഞ പോലെ ഒരു തേർഡ് സ്റ്റേജ് ആയിട്ട് തന്നെ ഇത് രണ്ടും തോന്നിയിരുന്നു. കാരണം നമ്മൾ ഇതുവരെയുള്ളൊരു നമ്മുടെ അധ്വാനത്തെ നമ്മൾ വലിയ കാര്യത്തോടെയാണ് കാണുന്നത്. അപ്പോൾ ഈ മൂന്നാം ഘട്ടവും കൃത്യമായി നമ്മളൊരു ഐഡിയയോടുകൂടി പൂർത്തിയാക്കുക എന്നുള്ളത് പ്രധാനമായി തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ DVക്കും മെഡിക്കലിനും മുമ്പ് എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് പകുതിയോടുകൂടി സ്കോർ അക്കാഡമി എന്ന ഒരു സെഷൻ നമുക്ക് റെയിൽവേയിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്നവരെ കൊണ്ട് ചെയ്തിരുന്നു. അതിൽ നിന്നൊരു ബേസിക് ഐഡിയ കിട്ടിയിരുന്നു. ചെന്നൈയിലായിരുന്നു DV, ചെന്നൈ സോണിൽ അപ്ലൈ ചെയ്തുകൊണ്ട് ചെന്നൈയിലായിരുന്നു RRB ഓഫീസിലായിരുന്നു DV ഉണ്ടായത്. അവിടുന്ന് ഏതാണ്ട് ഉച്ചയോടുകൂടി നമുക്ക് ഓരോ ഏത് റെയിൽവേ ഹോസ്പിറ്റലിലേക്കാണ് നമ്മുടെ മെഡിക്കൽ ചെയ്യേണ്ടതെന്നുള്ളത് അവിടുന്ന് ഉച്ചക്ക് അസൈൻ ചെയ്ത് തരാനുണ്ട്. എനിക്ക് ട്രിച്ചി GOC റെയിൽവേ ഹോസ്പിറ്റലാണ് കിട്ടിയത്. GOC വന്ന ഗോൾഡൻ റോക്ക് റെയിൽവേ ഹോസ്പിറ്റലാണ്. അപ്പോൾ പിറ്റേന്ന് അവിടത്തേക്ക് അന്ന് വൈകുന്നേരം തന്നെ യാത്ര ചെയ്തു. പിറ്റേന്ന് രാവിലെ തൊട്ട് മെഡിക്കൽ തുടങ്ങുന്ന കഴിഞ്ഞു മെഡിക്കൽ? ഇല്ല. നമ്മുടെ DVയിലുണ്ടായ മറ്റ് ബാച്ചുകാർക്ക് ചെന്നൈയും പെരമ്പൂർ ഒക്കെ കിട്ടിയവരുണ്ട്, സേലം കിട്ടിയവരുണ്ട്. അവരുടെ മെഡിക്കലൊക്കെ താരതമ്യേന 2-3 ദിവസം കൊണ്ട് തീരുന്ന ഒരു സ്ഥിതി ഉണ്ടായി. നമ്മുടേത് അനിയന്ത്രിതമായിട്ടൊരു 10-11 ദിവസത്തേക്ക് നീണ്ടു. അത് അവരുടെ മിസ്റ്റേക്ക് കൊണ്ടല്ല, പേഷ്യൻസ് കുറച്ച് അധികമുള്ളൊരു ഹോസ്പിറ്റലായിരുന്നു. അവിടെ വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഡിപ്പെൻഡൻസ് ആയാലും പേഷ്യൻസ് ഉണ്ട്.
പിന്നെ നമ്മുടെ ഒരു ആളുകളും ഓരോ ദിവസം കഴിയുന്തോറും ഒരു 10-12 പേര് വന്നുകൊണ്ടിരിക്കും. കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതെ. അതായത് ഇപ്പൊ ടയർ 1ന്റെയും ടയർ 2ന്റെയും മെന്റൽ സ്ട്രെസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതെ, ഇവിടേക്ക് ചെല്ലുന്നത്. അതെ, അവിടെ ഇതായിരുന്നു അവസ്ഥ. അതെ. ഒരു ഇപ്പം പോലീസ് യൂണിഫോം ടെസ്റ്റിലൊക്കെ പോകുന്ന പോലെ ഒരു ഫിസിക്കൽ ടെസ്റ്റ് ഒന്നും നമുക്ക് സത്യത്തിലില്ല. മെഡിക്കൽ ഇൻസ്പെക്ഷൻ ആണ് ശരിക്കും. മെഡിക്കൽ എക്സാമിനേഷൻ ആണ്. അപ്പൊ അത് ഒരു ഭയങ്കരമായിട്ടുള്ള ടെൻഷനിൽ നേരിടണം എന്ന് തോന്നിയിട്ടില്ല. നമ്മൾ വളരെ കൂളായിരിക്കുക. പിന്നെ മുമ്പേ നമുക്കില്ലാത്ത ട്രേസസ് ഒന്നും അവിടുന്ന് പുതിയതായി ഉണ്ടാവുമൊന്നുമില്ല. വരില്ല. നമ്മുടെ ഒരു ബേസിക് ടെസ്റ്റുകൾ നമ്മൾ ചെയ്തിട്ട് പോകുന്നത് നമ്മുടെ ഒരു കോൺഫിഡൻസ് കൂട്ടും. കണ്ണിന്റെ കാര്യം പ്രധാനമായിട്ടും നമ്മൾ നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. പവർ എത്രയാണ് എങ്ങനെയാണ് ഉള്ളത്, കളർ ബ്ലൈൻഡ്നസിന്റെ പ്രശ്നങ്ങളുണ്ടോ, അത് നമുക്കൊരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ കൂളായി നേരിടാൻ പറ്റും തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഈ പോസ്റ്റ് പ്രിഫറൻസും സോണൊക്കെ പ്രിഫർ ചെയ്യുന്ന സമയത്ത് മെഡിക്കലും കൂടെ നോക്കണമെന്ന് ഉള്ളത് എന്താണ് തോന്നുന്നത്? എന്താണ് അതിനോടുള്ള അഭിപ്രായം? അത് ജെയ്ക്ക് മുമ്പേ ALP അപ്ലൈ ചെയ്തിരുന്നു. സത്യത്തിൽ എനിക്ക് ALP അപ്ലൈ ചെയ്യാൻ പറ്റൂല, കാരണം കണ്ണിന്റെ പവർ ഉള്ളതുകൊണ്ട്. പക്ഷെ അത് ആ സമയത്ത് അറിയുന്നുണ്ടായില്ല. പക്ഷെ ജെയിന്റെ ഇത് വന്നതോടുകൂടി കുറച്ചും കൂടി ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അപ്ലൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ സ്കോറിന്റെ തന്നെ വീഡിയോ ഉണ്ടായിരുന്നു. മറ്റു വീഡിയോകളും യൂട്യൂബിൽ അവൈലബിൾ ആണ്, മെഡിക്കൽ കാറ്റഗറി ഒക്കെ പറയുന്നത്. അത് മനസ്സിലാക്കി ചെയ്യുന്നതാണ് നമ്മുടെ സെലക്ഷൻ ഉറപ്പുവരുത്താനുള്ള ഒരു ഘട്ടം എന്ന് പിന്നെ തോന്നിയിട്ടുണ്ട്. പിന്നെയാണ് ഇത് ശരിയായി വന്നതെങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ ഈ ഒരു ശ്രദ്ധ ഉണ്ടാവുന്നത് നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്. 2025 നോട്ടിഫിക്കേഷൻ ഒക്ടോബറിൽ വരും. 2025 ജെയുടെ. ആ കുട്ടികളുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? അതായത് ഒരു മത്സര പരീക്ഷന്റെ ഒരു പശ്ചാത്തലത്തിൽ മാത്രമല്ല സർ. അതായത് കൃത്യമായിട്ടുള്ള ദിശാബോധവും നമുക്ക് അധ്വാനിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ, മനുഷ്യന്റെ അധ്വാന ശേഷി കൊണ്ട് നമുക്ക് എന്തും നേടാം. അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ദിശാബോധവും ആ അധ്വാന ശേഷി ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാമെന്ന് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് മത്സര പരീക്ഷന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. പിന്നെ ഏത് പരീക്ഷ നേരിടുമ്പോൾ ഞാൻ വ്യക്തിപരമായി ആലോചിക്കുന്ന ഒരു കാര്യം, നമ്മളൊരു വലിയ യുദ്ധം ചെയ്യാൻ പോകുന്ന ഒരു പ്രതീതിയോടുകൂടി ഒന്നും നേരിടരുത് എന്നാണ് തോന്നിയിട്ടുള്ളത്. നമ്മൾ ആരോടെങ്കിലും ഒരു വ്യക്തിപരമായ യുദ്ധം നേരിടുന്നതായിട്ട് ഒരു സമയത്തും തോന്നരുത്. അത് നമ്മുടെ മനസ്സിന്റെ ഭാരം കൂട്ടാനുള്ള ഒരു കാര്യം മാത്രമായിട്ട് അവസാനത്തിൽ വരും. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും തോന്നിയിട്ടില്ല. നമ്മൾ പലതിലും കാണും, ഒരാളോട് റിവെഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളെ ഒരു ഘട്ടത്തിൽ തളർത്തിയ ആൾക്കാരുണ്ടാവും, അവരോടൊരു പ്രതികാരം ചെയ്യണം എന്നൊക്കെ പലരും പറഞ്ഞു കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു വ്യക്തിപരമായ യുദ്ധത്തിൽ നമ്മൾ നിൽക്കരുത്. നമ്മുടെ ലക്ഷ്യം വളരെ വിശാലമാണ്. അതിനുവേണ്ടി നമ്മൾ ഏതറ്റം വരും പരിശ്രമിക്കുന്നുള്ളൊരു ആ ഒരു സെൽഫ് കോൺഫിഡൻസിൽ എന്തിനും നേരിടുന്നതാണ് നല്ലതെന്ന് തോന്നിയിട്ടുണ്ട്.